നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനോടൊപ്പവും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക മപ്പാസാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ആ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതിനായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂൺ ആണ്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാലയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. റെസിപ്പി വേണ്ടവർ അത് നോക്കിയാൽ മതി. ഇനി ഇത് മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നതിനായിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തളിച്ചു കൊടുത്താലും മതി. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ, ഇല്ലെങ്കിൽ തക്കാളി വേഗത്തുമില്ല, വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയ വെണ്ടയ്ക്ക ഇതേപോലെ 1 ഇഞ്ച് കനത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സാധാരണ മപ്പാസിൽ തക്കാളി ഇങ്ങനെ കുറേ മുഴുവനത്തെ ആയിട്ട് ഇടും. പക്ഷേ ഇതിൽ തക്കാളി കുറച്ചിങ്ങനെ അലിഞ്ഞ് ചേർന്നാൽ മാത്രമേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടം പോലെ തക്കാളി വഴറ്റുകയോ അല്ലെങ്കിൽ മുഴുവനത്തെ വേണേലും ഇടാം. ഈ വെണ്ടയ്ക്ക ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കൂടുതൽ സമയം വെക്കണ്ട. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണങ്ങിയ കറിവേപ്പില ആയതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പശ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് 1 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ കട്ടി കുറഞ്ഞ പാലാണ് 2-ാം പാൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ വെണ്ടയ്ക്കയുടെ ഒരു പാകം എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു 6-7 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. കറിയൊക്കെ കുറച്ച് കുറുക്കി. സവാള വഴറ്റിയ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. വെണ്ടയ്ക്ക ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കിയാൽ മതി. അത് പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ അധിക നേരം തിളപ്പിക്കരുത്. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട കാര്യമില്ല. ചെറിയ തീയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇത് ചോറിനോടൊപ്പം ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെയുള്ള ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.